ഹായ് മക്കളെ, ഫിസിക്സ് മുഴുവൻ പഠിച്ചു തീർത്ത കുട്ടികൾ ദയവായി ഈ വീഡിയോ കാണരുത്. അവർ ഈ നിമിഷം നിർത്തുക, അവർ സ്റ്റോപ്പ് ചെയ്യുക. ഈ വീഡിയോ ഇതുവരെ പഠിച്ച് തീർക്കാത്ത കുട്ടികൾക്കും ഇതുവരെ പഠനം സീരിയസ് ആയിട്ട് തുടങ്ങാത്ത കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഫിസിക്സ് എക്സാമിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു ഫൈനൽ മിനിറ്റ് സ്ട്രാറ്റജി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? കിടിലം പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെ തന്നെയായാലും നാളെ നിങ്ങൾ ഫിസിക്സ് എക്സാമിന് കൃത്യമായി നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഇതെല്ലാവരും ആഗ്രഹമില്ലാത്ത ആ കുട്ടികളില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു ചാപ്റ്ററും പൂർത്തിയാക്കിയിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികളാണ്. ആ വഴികളിൽ ഒന്നാമത്തെ വഴി ഹാർഡ് വർക്ക് എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നിങ്ങൾ ഇന്ന് രാത്രി എന്താണ് ഉറക്കമൊഴിക്കാൻ അങ്ങ് തയ്യാറായി. അതായത് നിങ്ങൾ രാത്രി ഉറങ്ങുന്നില്ല തീരുമാനം എടുത്തു. എന്നിട്ട് രാത്രി നിങ്ങൾ എന്ത് ചെയ്യാണ്? ചൂടുവെള്ളത്തിൽ കാലൊക്കെ നിങ്ങൾ മുക്കി വെച്ച് അങ്ങ് രാത്രി അങ്ങോട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാ ചാപ്റ്റേഴ്സും വായിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള, അതായത് എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്നുള്ള ഒറ്റ ചിന്തയിൽ കംപ്ലീറ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഹാർഡ് വർക്ക് ഒക്കെ നല്ലതാണ്. പക്ഷേ ലൈഫിൽ പലപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആൾക്കാരും ഫോളോ ചെയ്തൊരു മെത്തേഡ് ഉണ്ട്. അവർ പലപ്പോഴും അതിനെ സ്മാർട്ട് വർക്ക് എന്ന് പറയാം. അവർ പറയാണ് ഹാർഡ് വർക്കിനെ സ്മാർട്ട് വർക്കുമായിട്ട് കമ്പൈൻ ചെയ്യണം. അപ്പോൾ എന്താണ് നമ്മളുടെ ഫിസിക്സിൻ്റെ കേസിൽ ഇനി ചെയ്യാനുള്ള സ്മാർട്ട് വർക്ക് എന്നുള്ളത് ഞാൻ വളരെ ക്വിക്കായിട്ട് പറഞ്ഞുതരാം. നമുക്ക് മൊത്തം 7 പാഠങ്ങളാണുള്ളത്. അപ്പോൾ 7 പാഠങ്ങളിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന സിറ്റുവേഷൻ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ നിങ്ങൾ സേഫ്റ്റി ഫ്യൂസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് ലെൻസ് ഇക്വേഷൻ ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾ ലെൻസ് ഇക്വേഷനെ പറ്റി ചിന്തിക്കും അല്ലേ? അങ്ങനെ പിന്നെ കുറേ നേരം ലെൻസ് ഇക്വേഷനെ പറ്റി ആയിരിക്കും. ആ സമയത്തായിരിക്കും മിറർ ഇക്വേഷനെ പറ്റി ഓർമ്മ വരിക. അപ്പോൾ മിറർ ഇക്വേഷൻ ആയിരിക്കും പിന്നെ തലയിൽ അല്ലേ? അങ്ങനെ ആകെ ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ചെക്ക് ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കണം. ഈ ചെക്ക് ലിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ച് തീർക്കാത്ത കുട്ടികളും ഇതുവരെ സീരിയസ് ആയിട്ട് പഠിച്ച് തുടങ്ങാത്തവർക്കുള്ള ചെക്ക് ലിസ്റ്റ് നമുക്ക് നോക്കാം. റെഡി? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ചാപ്റ്റർ 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ഇൻഡെക്സ് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. ചാപ്റ്റർ 1ൻ്റെ കേസിൽ മക്കളെ ഷുവറായിട്ട് നമുക്ക് ഉറപ്പുള്ളൊരു ഭാഗങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് പാസ്സാവാനും നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ ഇതൊന്ന് ഉറപ്പായിട്ട് സഹായിക്കുന്ന സാറിന് വിശ്വാസമുണ്ട്. സോ നോക്കിക്കോ. ഒന്നാമത്തെ ചാപ്റ്റർ എനർജി ചേഞ്ച്, ഊർജ്ജ മാറ്റം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഊർജ്ജ മാറ്റത്തിൽ ഏത് എനർജി എന്നുള്ള പരിപാടിയില്ലേ, അതെന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ആ ഭാഗം നിങ്ങൾ പഠിച്ച് ഉറപ്പ് വരുത്തുക. ഇനി ഹീറ്റിംഗ് കോയിലുമായി ബന്ധപ്പെട്ട നിക്രോം, അതിലെ കമ്പോണൻസ്, അതിലുള്ള ഘടകങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ സുരക്ഷാ ഫ്യൂസ്, സേഫ്റ്റി ഫ്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ടിന്നും ലഡ്ഡു കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് സേഫ്റ്റി ഫ്യൂസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ആ ബേസിക്സ് ആണല്ലേ, അത് നിങ്ങൾ എന്തായാലും നോക്കുക. പിന്നെ ഇൻകാൻഡസൻ ലാമ്പ്, അതായത് നിങ്ങൾക്കറിയാം ആ ബൾബുകളെ പറ്റി ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ടങ്സ്റ്റണും എന്തുകൊണ്ട് നൈട്രജൻ നിറയ്ക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും നോക്കി വെക്കുക. പിന്നെ ഈ LED നിങ്ങൾ വിട്ടുപോയത് ഫുൾ ഫോമും LED അഡ്വാൻറ്റേജസും നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇതെന്ത് ചെയ്യുക? ഒരു ചെക്ക് ലിസ്റ്റ് ആക്കുക. ഞാൻ എല്ലാം എന്തുണ്ട് 5 ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ഫുൾ മാർക്ക് എന്നല്ല പറയുന്നത്, പക്ഷേ മേ ബി എൻ്റെ ഒരു മനസ്സിലൊരു 80% ഇത് മതി A+ കിട്ടാൻ ഈ ചാപ്റ്ററിൽ നിന്നുള്ള സ്കോർ കിട്ടാൻ മേ ബി അത് മതിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നമ്പേഴ്സ് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ചാപ്റ്റർ നമ്പർ 2 പോയാലോ? സോളിനോയിഡ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു നോക്കുക. സോളിനോയിഡ് എന്താണ്, സോളിനോയിഡിൻ്റെ സ്ട്രെങ്ത്, ശക്തി കൂട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് 2.1 എന്ന് ഞാൻ നമ്പർ ചെയ്തിരിക്കുന്നത്. അടുത്തത് മോട്ടോർ പ്രിൻസിപ്പിളാണ്. മോട്ടോർ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അത് 1 മാർക്കും അല്ല 2 മാർക്കിൻ്റെ ചോദ്യം ഉറപ്പുള്ള കാര്യമാണ്. ആൻഡ് മോട്ടോർ പ്രിൻസിപ്പിളിൻ്റെ അപ്ലിക്കേഷൻ ആരാ? ഒന്ന് മോട്ടോറാണ്. ഒരു ചോദ്യം ഇപ്പം തന്നെ കിട്ടി. മോട്ടോർ പ്രിൻസിപ്പിൾ അപ്ലിക്കേഷൻ ആരാ? മോട്ടോറാണ്. അല്ലെ മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാ? മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലേ? അപ്പോൾ മോട്ടോറുമായി ബന്ധപ്പെട്ട അതിൻ്റെ പാർട്സ്, ആർമേച്ചർ, സ്പ്ലിറ്ററിങ്ങുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. എനർജി ചേഞ്ച് എങ്ങോട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ആ ചിത്രം നിങ്ങൾ മനസ്സിൽ ഓർക്കണേ. അത് പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. അതാണ് 2.3. ആൻഡ് 2.4 ആയിട്ട് ലൗഡ് സ്പീക്കറിൻ്റെ ആ സ്ട്രക്ചർ നിർബന്ധമായിട്ടും പഠിക്കണം. ആ ഭാഗങ്ങൾ രേഖപ്പെടുത്താൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതൊന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ നാളെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നു. ഇത് നാളെ വന്നിരിക്കുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിന്. ഇത്രയേ ഉള്ളൂ. വളരെ കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫൈനൽ മൊമെൻറ്റ് ചെക്ക് ലിസ്റ്റ്. അപ്പോൾ 3rd ചാപ്റ്റർ ഇടുമ്പോൾ കുറച്ച് അധികം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, കുറച്ച് വലിയ ചാപ്റ്ററാണ്. അപ്പോൾ ഫാരഡേയുടെ എക്സ്പെരിമെൻ്റ് ഇല്ല, ആ പരീക്ഷണം നിങ്ങൾ എന്ത്
കൃത്യമായിട്ട് പഠിക്കുക. ആ ഗാലോമീറ്ററിൻ്റെ സൂചി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള എക്സ്പെരിമെൻ്റ് ഇല്ലേ, അത് നിങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റ് റിവൈസ് ചെയ്യുക. അതേപോലെ എ സിയും ഡി സിയും നമ്മളുള്ള ആ ഗ്രാഫിലെ എ സി ആവുന്ന സമയത്ത് ഇതാ ഇങ്ങനെ, ഡി സി ആവുന്ന സമയത്ത് ഇതാ ഇങ്ങനെ പോകുന്ന ഡി സി ജനറേറ്റർ ആണെങ്കിൽ, ഇനി ഡി സി ബാറ്ററി ആണെങ്കിൽ ഇതാ ഇങ്ങനെ പോകുന്ന പരിപാടി ഇല്ലേ, അത് എന്തായാലും പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പാണ്. ആൻഡ് പിന്നെ ജനറേറ്ററിൻ്റെ ചോദ്യം ഉറപ്പാണ്. ചിത്രം പഠിക്കുക, ആർമേച്ചർ കോയിൽ, സ്പ്ലിറ്റ് റിങ്, ആ ഗ്രാഫുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, ഫൈനൽ മൊമെൻറ്റ് റിവൈസ് ചെയ്യുക. പിന്നീട് ട്രാൻസ്ഫോമർ എന്ന് ഞാൻ പറയുന്നു 100% ആയിട്ടും അതിൻ്റെ പ്രോബ്ലം വരും കേട്ടോ. ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 മാർക്കിന് ഷുവറായിട്ടും വരും, ഉറപ്പിച്ചോ, ഷുവറായി പഠിച്ചോ. അപ്പോൾ ഇന്ന് രാത്രി എന്തൊക്കെ പഠിച്ചില്ലെങ്കിലും ട്രാൻസ്ഫോമർ ഒരു പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ പഠിച്ചോ കേട്ടോ. ഇനി എന്താ അറിയോ, സെൽഫ് ഇൻഡക്ഷൻ ഇല്ലേ, സെൽഫ് ഇൻഡക്ഷൻ്റെ ആ ചിത്രമൊക്കെ തന്നുള്ളൊരു ചോദ്യം നാളെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് 3 ഫേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ, 3 ഫേസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ, 3 ഫേസും, ഒരു ഫേസ്, ഒരു ന്യൂട്രൽ, ഒരു എർത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. 3 ഫേസിന് ചോദ്യം എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് പ്രിക്കോഷനും സേഫ്റ്റിയും, അതായത് മുൻകരുതലും സേഫ്റ്റി എയ്ഡ്സും, അതായത് ഷോക്ക് ഏൽക്കുന്നതിന് മുമ്പും ഏൽക്കാതിരിക്കാനും ഏറ്റതിന് ശേഷമുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം, അറിയുന്ന കാര്യമല്ലേ. ഇതാണ് ചാപ്റ്റർ നമ്പർ 3. ആൻഡ് അടുത്ത് നിങ്ങൾ 4.1 നിങ്ങൾ ചെക്ക് ചെയ്യുക, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ്റെ പ്രോബ്ലം അല്ലേ. ആ ഏതാ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, n = 360 / θ - 1. ഇത് ഉറപ്പാണ് ക്വസ്റ്റ്യൻ, ഇതിന്നൊരു ചോദ്യം വരും കേട്ടോ, ഉറപ്പുള്ള കാര്യമാണ്. ആൻഡ് കോൺവെക്സും കോൺകേവിൻ്റെ ഉപയോഗം ഞാൻ കൂടുതൽ പ്രിഡിക്റ്റ് ചെയ്തത് നിങ്ങൾക്ക് കോൺവെക്സിൻ്റെ സാധനം വരുന്നതാണ്. നാളെ കോൺവെക്സിൻ്റെ സാധനം അപ്ലിക്കേഷൻ റിയർ വ്യൂ മിറർ വന്നാൽ മക്കളെ ഒന്ന് ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കോൺവെക്സ് വന്നു കഴിഞ്ഞാൽ, ഇനി കോൺകേവ് ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കോൺകേവ് എന്ത് വരും, നമ്മുടെ ഡെൻറ്റിസ്റ്റ് മിറർ ഓർ മേക്കപ്പ് മിറർ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മിറർ ഇക്വേഷൻ്റെ പ്രോബ്ലമേ ഉള്ളൂ. ഈ മിറർ എന്തുണ്ടാവില്ല, ചിത്രം വരയ്ക്കാൻ ഉണ്ടാവില്ല കേട്ടോ, ദർപ്പണം വരയ്ക്കാനും ഉണ്ടാകില്ല, ഉറപ്പുള്ള കാര്യമാണ്. ആൻഡ് ഞാൻ 100% പറയുകയാണെങ്കിൽ കോൺകേവിൻ്റെ മിററിൻ്റെ പ്രോബ്ലം അത് വരുള്ളൂ, കോൺവെക്സിൻ്റെ പ്രോബ്ലം വരില്ല. ഇനി നമുക്ക് ചാപ്റ്റർ നമ്പർ 5 വരും. പല കുട്ടികളും പേടി സ്വപ്ന ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശിക സാന്ദ്രതയുടെ ആ കാര്യം നിങ്ങൾ പഠിക്കുക. ആ ഒരു ഓർഡർ ഓർമ്മ ഉണ്ടോ, ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് എഴുതുന്ന, അതായത് ഗ്രേറ്റർ ലോവർ, ആ സാധനത്തിൻ്റെ ചോദ്യം ഷുവറാണ്, നിങ്ങൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻറ്റ്. ആൻഡ് റിഫ്രാക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണെന്നുള്ള അപവർത്തനം നിങ്ങൾക്ക് എല്ലാവരും പഠിച്ച കാര്യമാണ്. ആൻഡ് 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു, ഈ സാധനം 100% ആണ്, ഉറപ്പിച്ചോ. ക്രിട്ടിക്കൽ ആംഗിളും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും 100% നാളെ വന്നിരിക്കും കേട്ടോ. പിന്നെ അടുത്തത് ലെൻസിൻ്റെ ഇമേജ് വരയ്ക്കാൻ വരും കേട്ടോ, ഇതും 100% ആണ്. സോ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഇന്ന് രാത്രി മസ്റ്റായിട്ട് റിവൈസ് ചെയ്യണം. വരയ്ക്കാൻ ലെൻസാണ് വരിക, മിറർ വരില്ല കേട്ടോ. ലെൻസ് ഇക്വേഷൻ്റെ പ്രോബ്ലം വരും. ലെൻസ് ഇക്വേഷനിൽ കോൺകേവോ കോൺവെക്സ് ഏതെങ്കിലും ഒരു പ്രോബ്ലം എന്തായാലും ഒരു പ്രോബ്ലം നിങ്ങൾ 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യും കേട്ടോ. 3 മാർക്കിന് ഒരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. ഇനി ചാപ്റ്റർ നമ്പർ 6 പോകുമ്പോൾ നിയർ പോയിന്റും ഫാർ പോയിന്റും എന്താണെന്നും അതിൻ്റെ വാല്യൂസും. നിയർ പോയിന്റ് എത്ര ആയിരുന്നു, ഒന്ന് വീഡിയോ പോസ് ചെയ്ത് പറഞ്ഞാൽ എത്ര, 25 സെൻറ്റിമീറ്റർ. ഫാർ പോയിന്റ് എത്ര ആവണം, ഇൻഫിനിറ്റി ആവണം. ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇനി ഐ ഡിഫക്റ്റ്, മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, പ്രസ് ബയോപ്പിയ എന്ന് പറഞ്ഞ സാധനങ്ങളില്ലേ, അതൊന്ന് ഓർത്ത് വെക്കുക, ഉറപ്പാണ്. അതിന് ഒരു 2 മാർക്ക് ഓർ 3 മാർക്കിനുള്ള വകുപ്പുണ്ട്. അടുത്ത് പ്രിസത്തിലെ ഡിസ്പേർഷൻ ആണ്, പ്രകാശ പ്രകീർണനം. ആൻഡ് റെയിൻബോ, അത് ഉറപ്പുള്ള കാര്യമാണ്. റെയിൻബോയിൻ്റെ ആ ചിത്രം ഇല്ലായിരുന്നു, ചിത്രം നിങ്ങൾ ഓർമ്മ ഉണ്ടോ, അത് അതിൻ്റെ അകത്ത് ഇങ്ങനെ വരും, ലൈറ്റ് എന്നോട് വരും, എന്നിട്ട് ഇവിടെ തട്ടിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുക, ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന പരിപാടി ഇല്ലേ, ഈ സാധനം ഇല്ലേ, ഈ ചിത്രം എന്തായാലും വരും. അപ്പോൾ അതൊന്ന് വരയ്ക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. വരച്ചില്ലെങ്കിൽ അതിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണ് മുകളിൽ താഴേന്ന് പഠിക്കണം കേട്ടോ. ഇതിൻ്റെ കളർ എന്തായാലും ചോദ്യം വരും, കളറിനാണ് ചോദ്യം വരിക. ഇനി സ്കാറ്ററിങ്, ലാസ്റ്റുള്ള സ്കാറ്ററിങ് എന്നുള്ള ടോപ്പിക് കൂടി പഠിക്കുക. ചുവപ്പ് നിറം കൂടുതൽ ദൂരം സഞ്ചരിക്കും എന്നുള്ള ലോജിക്കിലുള്ള ചോദ്യങ്ങൾ വരും. റെഡി. ആൻഡ് ലാസ്റ്റ് പാഠത്തിൽ നിങ്ങൾ കാർഡടിച്ച് പഠിക്കേണ്ട ഫ്യൂവൽസ്, ഇന്ധനങ്ങൾ. ആൻഡ് കോൾ എന്ന് പറഞ്ഞാൽ എന്തായാലും പഠിക്കണം. കൽക്കരി 100% ഷുവറാണ്, 100% ചോദ്യം ഷുവറാണ്. കൽക്കരിയുടെ ടൈപ്സ് 4 ടൈപ്പ് ഉണ്ട്. അത് ഓക്സിജൻ്റെ സാന്നിധ്യം ഇല്ലാതെ എന്താണ് സ്വേദനം ചെയ്താൽ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ, ഡിസ്റ്റിൽ ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ള, കോൾ ഗ്യാസ്, കോൾട്ടാർ, കോക്ക്, അമോണിയ എന്നുള്ളല്ലേ, അതൊക്കെ എന്തായാലും ഷുവറാണ് 100% കേട്ടോ. LPG, LNG, CNGയുടെ ഫുൾ ഫോം, അവരുടെ മെയിൻ ഘടകങ്ങളിൽ, LPGയിൽ ബ്യൂട്ടൈൻ, LNGയിൽ CNGയിൽ എന്താണ് മീഥൈൻ എന്നുള്ള അങ്ങനത്തെ ചോദ്യങ്ങൾ വരും, ഉറപ്പാണ്. ആൻഡ് ഈ LPG സേഫ്റ്റി ഷുവറാണ്. LPG സേഫ്റ്റിയായി ബന്ധപ്പെട്ട നമ്മുടെ കോഡില്ലേ, ആ കോഡ് ഓർമ്മ ഉണ്ടോ, B24 എന്നൊക്കെ പറഞ്ഞാൽ കോഡില്ലേ, അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്, ഉറപ്പിച്ചോളൂ. ആൻഡ് സോളാർ സെല്ലിൽ നിന്ന് ഒരു മാർക്കിന്
ബാക്കിലെ 2 മാർക്ക് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നു. ആൻഡ് ഗ്രീൻ എനർജി വേഴ്സസ് ബ്രൗൺ എനർജി എക്സാമ്പിളും ഇവരുടെ ആരാ നല്ലത്, ഇതിൽ എന്താണ് ഇവരുടെ ഉപയോഗങ്ങൾ, കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഗ്രീൻ എനർജിയുടെ 3-4 എക്സാമ്പിൾ ഓർത്ത് വെക്കുക, ബ്രൗൺ എനർജിയുടെ 3-4 എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ആൻഡ് എനർജി ക്രൈസിസ്, ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ നിൽക്കുന്നുണ്ട് ഉള്ള ഒരു ചോദ്യം ഉണ്ടാവും കേട്ടോ. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കിക്കോ, ഇത് ഇത്രയും ചെക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ. ഇനി നിങ്ങൾ ലാസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചെക്ക് ലിസ്റ്റ് എടുക്കുക. 1.1 നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്താ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 1.1 എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ 1.1 എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതി വെക്കുക. എന്നിട്ട് ഇത് പഠിച്ച് റിവൈസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ടിക്ക് ചെയ്യുക. 1.2 എന്ന് പറഞ്ഞ ശേഷം ഒന്നുകൂടി ടിക്ക് ചെയ്യുക. 1.3 ചെയ്തതിനു ശേഷം റിവൈസ് ചെയ്തതിനു ശേഷം ടിക്ക് ചെയ്യുക. ഇങ്ങനെ റിവൈസ് ചെയ്തിട്ട് ഇന്ന് രാത്രി നിങ്ങൾ ഇത് റിവൈസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നാളെ രാവിലെ ഒരു റൗണ്ടും കൂടി നിങ്ങൾ ഇത് നോക്കണം. അവിടെയാണ് നിങ്ങളുടെ സ്മാർട്ട് വർക്ക്. പുതുതായിട്ടൊന്നും പഠിക്കേണ്ട, ഇത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി പഠിച്ചിട്ട് ഇതൊക്കെ ഒന്നും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഗ്രീൻ ടിക്ക് ചെയ്യുക കേട്ടോ. സോ നിങ്ങൾ ഇതിൽ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൽ ഈ 1.1 എന്ന് പറഞ്ഞിട്ട് ഒറ്റ മെസ്സേജ്, ഒരുപാട് മെസ്സേജ് ആക്കണം. നിങ്ങൾ ഒറ്റ മെസ്സേജ് ആയിട്ട് ഇത്രയും ചാപ്റ്ററിൽ ഏതൊക്കെയാണോ പഠിച്ചത് അത് ഇതേപോലെ ഒരു ഗ്രീൻ ടിക്ക് ആയിട്ട് ഇപ്പോൾ തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്തട്ടോ. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവർക്കും മാർക്ക് കിട്ടട്ടെ. ഒരു കുട്ടി പോലും നാളെ എന്ത് ചെയ്യരുത്, എക്സാമിന് മോശം സ്കോറോ തോൽവിയോ ഉണ്ടാവരുത്. മാക്സിമം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. സോ ബൈ.